എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ആണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ കാലത്ത് ദോശയാണ്, പിന്നെ കടലക്കറി, വെള്ളക്കടലക്കറി ഇന്നലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ദോശയ്ക്ക് എടുക്കാമല്ലോ, വൈകിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി, പിന്നെ ദോശ നല്ല അടിപൊളി നെയ്യൊക്കെ ഇട്ടിട്ടുള്ള നല്ല മുരുമുരാന്നുള്ള ദോശ അടുപ്പത്ത് റെഡി ആവുന്നുണ്ട്. ദോശയും നല്ല വെള്ളക്കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓരോരുത്തർക്ക് ദോശ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ദോശയും വെള്ളക്കടലക്കറിയാണ് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അത് സെറ്റായി. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല, മോര് കറി ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊത്തമര ഉപ്പേരിയും പിന്നെ നല്ലൊരു ചമ്മന്തിയും, അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ഉപ്പേരിക്കുള്ള പച്ചമുളകും സബോളയും ഒക്കെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് സബോളയും പച്ചമുളകും കറിവേപ്പിലയിട്ട് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് ഒന്ന് റോസ്റ്റാക്കിയിട്ട് അതിലേക്ക് അമരപ്പയറിടുക. അമരപ്പയറിട്ടതിന് ശേഷം മൂടി വെച്ച് നല്ല ചെറിയ തീയിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. അങ്ങനെ ചോറ് വയ്ക്കാനുള്ള അരി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് അത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമരപ്പയർ റെഡിയായി. അത് ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ചോറ് വെച്ചു. അടുത്തത് ചമ്മന്തിയാണ്. ചമ്മന്തിക്ക് നാളികേരം, മുളക് പൊടി, പുളി, ചെറിയ ഉള്ളി, വേപ്പിൻ്റെ ഇല ഇതായിട്ടിട്ട് അരച്ചിട്ട് ഉപ്പിട്ട് അരച്ച് നാളികേര ചമ്മന്തിയും. അങ്ങനെ നമ്മളെ എല്ലാം റെഡി ചെയ്ത് ചോറും കറികളൊക്കെ റെഡിയായി. അടിപൊളി ചമ്മന്തി, മോര് കറിയും ഉപ്പേരിയും ഒക്കെ കൂട്ടി അടിപൊളി അച്ചാറും ഉണ്ട്. സൂപ്പർ. ഓക്കെ, ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.